നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വിഷുഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. ഉത്രം നക്ഷത്രം. വിഷുഫല ചിന്തനയിൽ ഉത്രം നക്ഷത്രക്കാർ ഈ വർഷം അന്ത്യഷൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷുഫലം ഇവർക്ക് ഗുണകരമാണ്. ഉത്രം കന്യരാശിക്കാരെ അപേക്ഷിച്ച് ചിങ്ങം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. സൽകീർത്തി, ഉയർന്ന സ്ഥാനമാന ലബ്ധി തുടങ്ങിയവയും അനുഭവമാകും. വാക്കുകളും ശുപാർശകളും മാനിക്കപ്പെടുന്നതാണ്. ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് പല പദ്ധതികളും ആവിഷ്കരിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാകും. വിദേശയാത്രയ്ക്കും ഒത്തുചേരലിനും വേണ്ടിയിട്ട് ധാരാളം പണം വിനിയോഗിക്കപ്പെടുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നതാണ്. കുടുംബത്തിലും പൊതുവെ ശാന്തപൂർണമായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകും. എന്നാൽ പോലും ഇടയ്ക്കിടെ പങ്കാളിയുമായിട്ട് ചെറിയ തർക്കങ്ങളും വന്നു ചേർന്നേക്കാം. ക്രയവിക്രയങ്ങളിൽ നിന്നുമുള്ളതായിരിക്കുന്ന ആദായം വർദ്ധിക്കുന്നതാണ്. ജീവിത രീതിയിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിക്കും. ഉന്നത നിലയിലുള്ള വ്യക്തികളിൽ നിന്നും പ്രശംസാവചനങ്ങൾ ഏറ്റുവാങ്ങുവാനും സാധിക്കുന്നതാണ്. യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. ഒപ്പമുള്ള വ്യക്തികളുടെ ശത്രുതാ മനോഭാവം പല പ്രതിസന്ധികളിലും കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ്. അനാവശ്യമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് വൃഥ അസ്വസ്ഥമായേക്കാം. യാത്രാവേളകളിലും മറ്റും സൂക്ഷ്മത പുലർത്തേണ്ടതാണ്. ഏതു വിഷയത്തിലായാലും ശരി, ആലോചനയോടുകൂടി മാത്രം ഇടപെടുവാൻ ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി ആഞ്ജനേയ സ്വാമിക്ക് മാസം പ്രതി ജന്മനക്ഷത്രം തോറും വെറ്റിലമാല വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ഹനുമത് യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.